ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നാളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 2 ഉദ്ഘാടനം ദിവസം 2 പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ എടുക്കാം അല്ലേ. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പോൾ ടീച്ചർ ഇതാ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 1 എക്സാം കഴിഞ്ഞു അല്ലേ. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടോ? എക്സാം ഈസി ആയിരുന്നെങ്കിൽ ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. സിംഹരാജൻ്റെ പിറന്നാൾ. സിംഹരാജൻ്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത്. എന്താ ആമച്ചാരെ വൈകിയത്? എനിക്ക് നിന്നെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ചെഴുതൂ എന്നാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ഓരോ ജീവികളും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് താഴെ തന്നിട്ടുള്ള ആ ഒരു പട്ടിക പൂർത്തീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ഒരു കുളത്തിൽ നമുക്ക് ഇഴയുന്നവ എന്ന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് അവിടെ ഇഴഞ്ഞു പോകുന്ന ജീവികളുടെ പേരൊക്കെ എഴുതണം. അപ്പോൾ നോക്കിക്കേ മക്കളെ, ചിത്രത്തിൽ തന്നിട്ടുള്ള പല്ലിയും പാമ്പും ഒച്ചും എല്ലാം എന്താണ്, ഇഴഞ്ഞു സഞ്ചരിക്കുന്നവരാണ് അല്ലേ. പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം? പറന്ന് പോകുന്നവരല്ലേ, പറക്കുന്നവ, അതുപോലെ തന്നെ നടക്കുന്നവരെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാലോ ഏതൊക്കെയാണ് തന്നിട്ടുള്ള ജീവികളിൽ പറക്കുന്നവരും നടക്കുന്നവരൊക്കെ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എഴുതുക കേട്ടോ. പിന്നെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ചിലപ്പം ഈ ഒരു ജീവികളുടെ പേരുകളൊക്കെ ഒറ്റയ്ക്ക് എഴുതാനായിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ജീവികളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക കേട്ടോ. ഇഴഞ്ഞു പോകുന്ന ജീവികളും പറന്ന് വരുന്നവരും നടന്നു പോകുന്നവരെയൊക്കെ പേരുകളൊന്നും മക്കൾ എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസത്തെ എക്സാമിന് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ, അവിടെ ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ ഏത് ജീവിയാണ്? പശുവിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിന് നേരെയുള്ള കുളത്തിൽ പശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് നോക്കിക്കേ, ഞാൻ പശു, പുല്ലും ഇലകളുമാണ് എൻ്റെ ആഹാരം. അപ്പം ഇതേ രീതിയിൽ ഓരോ ജീവികളും എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നതാണ് മക്കൾ കണ്ടെത്തി എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ചിത്രം നോക്കിക്കേ, ഏതാണ് ആ ജീവി? പൂച്ചയാണ് അല്ലേ. അപ്പോൾ പൂച്ചയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? പൂച്ച എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ പൂച്ച എന്നായിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? പൂച്ച എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കുക? ഇറച്ചി മീനും എല്ലാം ആര് കഴിക്കും? പൂച്ച കഴിക്കൂ അല്ലേ. അതുപോലെ തന്നെ പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? നമ്മുടെ എലിയാണ് അല്ലേ. എലിയുടെ മിക്ക ശത്രുവാണ് ആരെന്ന് പറയുന്നത്? പൂച്ച അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പൂച്ചയെക്കുറിച്ച് മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അടുത്തത് ഏതാണ് തന്നിട്ടുള്ളത്? പൂമ്പാറ്റയുടെ ചിത്രമാണ് അല്ലേ. അപ്പോൾ പൂമ്പാറ്റ എന്ത് പറയും? ഞാൻ പൂമ്പാറ്റ അല്ലേ, എന്നെ നിങ്ങൾക്ക് പല നിറത്തിൽ കാണാനായിട്ട് കഴിയും. പിന്നെ പൂമ്പാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് മക്കളെ? പൂക്കളിലുള്ള തേൻ കുടിക്കാനാണ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് ഏതാണ്? നായയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. നായ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ നായ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ കാവൽ നിൽക്കും. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അടുത്തത് ആരാണ്? കോഴിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. കോഴി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ കോഴിയില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? മുട്ടയും ഇറച്ചിയും എല്ലാം തരൂലേ. അതുപോലെ തന്നെ മുട്ടയിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് ഈ ഒരു ജീവികളെക്കുറിച്ചൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓരോ ജീവികളുടെയും പ്രത്യേകതകളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. മക്കൾക്ക് ദാ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുള്ളത് കണ്ടോ. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ മക്കൾ വിവരണം എന്നൊന്നും കേൾക്കുന്ന സമയത്ത് പേടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, അവിടെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് വാക്യങ്ങളാക്കിയിട്ട് എഴുതിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, എന്തൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിലൊരു പശു ഉണ്ട് അല്ലേ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് കാണുന്നത്? കുറേ താറാവുണ്ട്, ഒരു മുയലുണ്ട്, അതുപോലെ തന്നെ മീനും തവളകളും പിന്നെയോ
താമരയും തെങ്ങും വീടും ഒരുപാട് പക്ഷികളും പൂക്കളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് ഒത്തിരി ഭംഗിയായിട്ടുള്ളൊരു ചിത്രമാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക മക്കൾ, ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവരണം തയ്യാറാക്കാനുള്ള ചോദ്യവും നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മക്കളുടെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേമനാര്? താഴെ ഇഴഞ്ഞു നീങ്ങുന്ന ആമയെ കണ്ട് പരുന്ത് പറന്നിറങ്ങി. പരുന്തിനെ കണ്ടതും ആമ തലയും കാലുകളും അകത്തേക്ക് വലിച്ചു. ആമയുടെ മറ്റു ചില പ്രത്യേകതകൾ വായിച്ചു നോക്കൂ. അപ്പോൾ ആമയുടെ പ്രത്യേകതകളാണ് നമുക്ക് അവിടെ ആമയുടെ ചിത്രത്തിൻ്റെ മുകളിലായിട്ട് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കുക മക്കളെ. എനിക്ക് കട്ടിയുള്ള പുറന്തോടുണ്ട്. ഞാൻ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കും. സസ്യങ്ങളും ചെറുജീവികളുമാണ് എൻ്റെ ആഹാരം. ഞാൻ കുറേ കാലം ജീവിക്കും. മുട്ടയിടുന്ന ജീവിയാണ് ഞാൻ. അതുപോലെ മക്കളടുത്ത് എന്താണ് പറഞ്ഞത്, പരുന്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പരുന്തിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മക്കൾക്കറിയാം? പരുന്തിൻ്റെ ചുണ്ടിനും അതുപോലെ തന്നെ കാലിലൊക്കെയുള്ള നഖങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അല്ലേ. എന്താണ്? കൂർത്ത ചുണ്ടുകളാണ്. അതുപോലെ തന്നെ മൂർച്ചയേറിയ നഖങ്ങളൊക്കെയാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണത്? അതിൻ്റെ ഇരയെ പിടിക്കാനാണ് അല്ലേ. അതുപോലെ വളരെ ഉയരത്തിൽ അതുപോലെ വേഗത്തിലൊക്കെ പറക്കാനായിട്ട് ആർക്ക് കഴിയും? പരുന്തിന് കഴിയും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ പരുന്തിനെക്കുറിച്ച് എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. മക്കൾക്ക് അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് ഒരു ചിത്രവും തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ. പൂമരത്തിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ കൂക്കൂ പാടുന്നു. അടുത്ത നോക്കിക്കേ. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ. പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. അപ്പോൾ ഇതേ രീതിയിൽ മക്കളടുത്ത് എന്താണ് പറഞ്ഞത്, കൂടുതൽ വരികൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലുള്ള 2 വരി വീണ്ടും റിപ്പീറ്റ് എഴുതാവുന്നതാണ് അല്ലേ. എന്തൊക്കെയാണ് മക്കളെ? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ. പൂമരത്തിൻ്റെ മുകളിലായിട്ട് മക്കൾക്ക് ഒരുപാട് പൂക്കൾ കാണുന്നില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടല്ലേ പൂമരത്തിൻ്റെ ചുവട്ടിലായിട്ട്. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് കൂടുതൽ വരികൾ അതിൽ ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചോദ്യപേപ്പർ മക്കൾക്ക് ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ദീപൂസ് ബർത്ത്ഡേ. Today is Deebu's birthday. Deebu packed pedas in packets of hundreds and tens. അതായത് നമ്മുടെ ദീപുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ പേട മിഠായില്ലേ അതെന്ത് ചെയ്തു, അവൻ പേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് പേക്കാക്കുന്നത്? ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും ഒക്കെ കൂട്ടങ്ങളായിട്ടാണ് അല്ലേ. അതായത് 100ൻ്റെയും 10കളുടെയും കൂട്ടങ്ങളായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, മിഠായി പാക്ക് ചെയ്യുന്നത് അല്ലേ. നോക്കിക്കേ മക്കളെ. ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് പേഡാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈച്ച് ക്ലാസ്. അവൻ ഓരോ ക്ലാസ്സിലും കൊടുത്തിട്ടുള്ള പേട മിഠായികളുടെ എണ്ണമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. മക്കളടുത്ത് പറഞ്ഞത് എന്താണ്? കംപ്ലീറ്റ് ദി ബോക്സസ്. താഴെ തന്നിട്ടുള്ള ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. നോക്കിക്കേ മക്കളെ. ആദ്യം നമുക്ക് ക്ലാസ് 1 ആണ് അല്ലേ. അവിടെ നമുക്ക് ടോട്ടൽ പേഡാസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് മക്കളെ? ആകെ പേട 156 ആണല്ലേ. അപ്പോൾ അത് നോക്കിക്കേ, അതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഒന്നേ ഉള്ളൂ അല്ലേ. ഒരു 100ഉം എത്ര ടെൻസാണുള്ളത് മക്കളെ? എത്ര 10 ഉണ്ട്? 5 10കളും എത്ര ഒന്നുകളാണ്? 6 ഒന്നുകളാണ് ഉള്ളത് അല്ലേ. അപ്പം അതേ രീതിയിൽ ബാക്കി വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2ാം ക്ലാസ്സിൽ നോക്കിക്കേ, 103 പേടകളാണുള്ളത്. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടായിരിക്കും മക്കളെ? ഒരു 100 ഉണ്ടായിരിക്കും അല്ലേ. ടെൻസ് ഉണ്ടാവുമോ? ടെൻസ് ഇല്ല അല്ലേ. എത്ര വൺസ് ഉണ്ടായിരിക്കും മക്കളെ? 3 വൺസാണ് ഉണ്ടായിരിക്കുക. അടുത്ത നമുക്ക് ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും വൺസിൻ്റെയും എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പേഡ് എത്രയാണെന്നാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. നോക്കിയേ, 100 എത്രയാണുള്ളത്? 1 ആണല്ലേ. ടെൻസോ 1 ആണുള്ളത്. വൺസ് ഉണ്ടോ? വൺസ് ഇല്ല അല്ലേ. അപ്പോൾ എത്രയായിരിക്കും മക്കളെ? 110 ആയിരിക്കും അല്ലേ. 110 ആയിരിക്കും. ലാസ്റ്റ് 1 നോക്കിക്കേ, ക്ലാസ് 4ൽ 124 പേടയാണ്. അതിലെത്ര 100കളുണ്ട്? ഒരു 100ഉം 2 10കളും 4 ഒന്നുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അതിൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ്. ആകെ 10കളുടെ എത്ര പാക്കറ്റ്സ് ആണുള്ളത്? എത്രയാണ് മക്കളെ? 8 പാക്കറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. അതായത് 80 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക.
അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. റൈറ്റ് ഇൻ വേർഡ്സ് ദി നമ്പർ ഓഫ് പേഡാസ് ഗോട്ട് ഇൻ ക്ലാസ് 2. അതായത് 2ാം ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള പേടയുടെ എണ്ണം മക്കളടുത്ത് വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, 2ാം ക്ലാസ്സിൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 103 ആണ് അല്ലേ. 103 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മക്കൾ വേർഡ്സിൽ എഴുതണം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അവസാനത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം അല്ലേ. കംപ്ലീറ്റ് ദി പാറ്റേൺ. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ നോക്കിക്കേ മക്കളെ, ആദ്യത്തെ നമ്പർ ഏതാണ്? 2. അത് കഴിഞ്ഞിട്ട് 4 അല്ലേ. പിന്നെ 2 നമ്പർ മിസ്സിങ് ആണ്. അത് കഴിഞ്ഞിട്ട് 10 ഉണ്ട്. അപ്പോൾ ഏതാണ് മക്കളെ അവിടെ മിസ്സിങ് ആയിട്ടുള്ള നമ്പർ? 2 കഴിഞ്ഞിട്ട് 4 ആണ് അല്ലേ. അതായത് 2 വീതമാണ് അവിടെ ആഡായിട്ട് വരുന്നത്. അപ്പോൾ 4ലേക്ക് വീണ്ടും 2 ആഡ് ചെയ്തിട്ട് 6 വരും. അത് കഴിഞ്ഞിട്ട് 8 വരും. പിന്നെ 10, അത് കഴിഞ്ഞിട്ട് 12 വരും അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, നമുക്കവിടെ 10ഉം 15ഉം 30ഉം തന്നിട്ടുണ്ട് അല്ലേ. അവിടെ എന്താണ് പ്രത്യേകത വരുന്നത്? 5 വീതം കൂടിയാണ് ആ ഒരു പാറ്റേണിൽ വരുന്നത് കേട്ടോ. അപ്പോൾ 5 കഴിഞ്ഞിട്ട് വീണ്ടും 5 ചേർത്താൽ 10, 10ലോട്ട് വീണ്ടും 5 ചേർക്കുമ്പോൾ 15, വീണ്ടും 5 ചേർക്കുമ്പം 20, പിന്നെ 25, 30 എന്നുള്ള രീതിയിലാണ് ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, 10 കഴിഞ്ഞിട്ട് 30 അവിടെ വരുന്നത് അല്ലേ. അവിടെ എത്രയാണ് കൂടി വരുന്നത്? 20 വീതമാണ് കൂടി വരുന്നത് അല്ലേ. അപ്പം 30ലോട്ട് വീണ്ടും ഒരു 20 ആഡ് ചെയ്യുന്ന സമയത്ത് 50, അതിനുശേഷം 70, പിന്നെ എത്ര വരും? 90 വരും അല്ലേ. അടുത്ത് കഴിഞ്ഞിട്ടുള്ള നോക്കിക്കേ, 51, പിന്നെ വരുന്നത് 31, 11 തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 51 കഴിഞ്ഞിട്ട് ഏത് വരും? 41, 31, 21, 11 അല്ലേ. അപ്പം മക്കളടുത്ത് ഇനി പറഞ്ഞിട്ടുള്ളത് കുട്ടികളടുത്ത് ഒറ്റയ്ക്ക് ഒരു പാറ്റേൺ തയ്യാറാക്കാനാണ്. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു നമ്പർ പാറ്റേൺ അവിടെ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.